Good morning, my dears. Today, our topic is credit control. Credit control measures of RBI. Then, credit control is an important tool of the monetary policy used by RBI to control the demand and supply of money and flow of credit in an economy. That means, credit control is an important tool of the monetary policy used by RBI to control the demand and supply of money and flow of credit in an economy. Then RBI keeps control over the credit by economy. Then credit control measures എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ RBIയുടെ ഫങ്ഷൻസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂളാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് RBIയുടെ എന്ത് പറയുന്നത് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ അതെന്തിനുള്ളതാണ്? ക്രെഡിറ്റ് കൺട്രോൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ of the monetary policy used by RBI to control the demand and supply of money and flow of credit in an economy. ഒരു നമ്മുടെ എക്കോണമിയിലെ പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യുക, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി, അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡിഫ്ലേഷൻ ഉണ്ടാവാം, ഇൻഫ്ലേഷൻ ഉണ്ടാവാം, അതിൻ്റെ സർക്കുലേഷൻ ഓഫ് മണി, ആ പണം കൂടാനോ കുറയാനോ കാരണമാവാം. ചില പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളിലേക്ക് ഫണ്ട് ചാനലൈസ് ചെയ്യേണ്ടതുണ്ട്, അവിടെ പണത്തിൻ്റെ ലഭ്യത കുറവുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ RBI ചില മെഷേഴ്സ് എടുക്കുന്നുണ്ട്. എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ പണം എത്തിക്കാം, അപ്പോൾ സപ്ലൈ ഓഫ് മണി, ഹൗ ടു ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് മണി, ഹൗ ടു ഡിക്രീസ് ദ സപ്ലൈ ഓഫ് മണി, എങ്ങനെ പണത്തിൻ്റെ സപ്ലൈ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അതുപോലെ തന്നെ അതെങ്ങനെ അത് കൂട്ടാനായിട്ട് സാധിക്കും, ഇതൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഇത് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദി function of the central bank of a country is control of credit. Control of credit is done with an aim of achieving the objective of economic development. Economic development should be achieved without affecting the price stability and exchange equilibrium. Then, therefore, the central bank should watch the regulate the credit creation capacity of commercial banks. Credit control is done to stabilize the money market, to stabilize exchange rate, to stabilize internal price level, to attain economic growth, to maintain a high rate of employment, to control trade cycle. അതായത് ഈ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത് RBIയുടെ കയ്യിലൊരു വളരെ പ്രധാനപ്പെട്ട ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് മൊത്തം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. അവിടെ എന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്യുന്നത്? ദെർഫോർ ദ സെൻട്രൽ ബാങ്ക് ഷുഡ് വാച്ച് ദ റെഗുലേറ്റ് ദ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്. നമുക്കറിയാം RBI കമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നു. കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നായിരിക്കും നമ്മളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് പണത്തിൻ്റെ ലഭ്യത. അപ്പോൾ അവിടെ RBI എടുക്കുന്ന മെഷേഴ്സ് തീർച്ചയായിട്ടും കമേഴ്ഷ്യൽ ബാങ്കിനെ അഫക്റ്റ് ചെയ്യും. അത് ആരിലേക്കും അഫക്റ്റ് ചെയ്യും, ജനങ്ങളിലേക്കും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഡൺ ടു സ്റ്റെബിലൈസ് ദ മണി മാർക്കറ്റ്, ടു സ്റ്റെബിലൈസ് ദ എക്സ്ചേഞ്ച് റേറ്റ്, അതേപോലെ തന്നെ ടു സ്റ്റെബിലൈസ് ഇൻറ്റേർണൽ പ്രൈസ് ലെവൽ, to attain economic growth, to maintain high rate of employment and to control trade cycle. ഇതൊക്കെയാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഡൺ ടു സ്റ്റെബിലൈസ് ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിനെ സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട് സാധിക്കുന്നു. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദ മാർക്കറ്റ് അറ്റ് വിച്ച് ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഇപ്പോൾ കമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ക്രയവിക്രയം ചെയ്യുന്ന മാർക്കറ്റിനെ മണി മാർക്കറ്റ് എന്നും, ലോങ് ടൈം സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഷെയർസോ ഡിബെഞ്ചേഴ്സ് പോലെയുള്ള ഡോക്യുമെൻ്റ് കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റിനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഡൺ ടു സ്റ്റെബിലൈസ് ദ മണി മാർക്കറ്റ്, ടു സ്റ്റെബിലൈസ് എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നു, ടു സ്റ്റെബിലൈസ് ഇൻറ്റേർണൽ പ്രൈസ് ലെവൽ, ടു അറ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്, ടു മെയിൻറ്റെയിൻ ഹൈ റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ടു കൺട്രോൾ ട്രേഡ് സൈക്കിൾസ്. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ഒരു ചാർട്ട് രൂപത്തിൽ നമുക്കതിനെ പഠിക്കാം. മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ.
credit control methods may be classified into two. Then first one is quantitative method, second one is qualitative method. Then what are the quantitative methods? Quantitative methods such are bank rate policy, open market operation, variable reserve ratio. These are the quantitative measures: bank rate policy, open market operation, variable reserve ratio. Then second part is qualitative measures. Qualitative measures varying marginal requirements, regulation of consumer credit, credit rationing, moral suasion, issue of directives, direct actions. Qualitative measures ഏതൊക്കെയാ? Varying marginal requirements, regulation of consumer credit, credit rationing, moral suasion, issue of directives, direct action. then അവിടെ മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ആർ ബി ഐയുടെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ആർ ബി ഐ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെപ്പണാണ് ഇത് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് കൺട്രോളിനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാനായിട്ട് രണ്ട് തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിലൂടെയും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിലൂടെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് എ ജനറൽ മെത്തേഡ്സ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇൻഫ്ലുവൻസിങ് ദ ടോട്ടൽ വോള്യൂം ഓഫ് ക്രെഡിറ്റ്. ദെൻ ദേ ഹാവ് ജനറൽ ഇഫക്റ്റ് ഓൺ ദ വോള്യൂം ഓഫ് ക്രെഡിറ്റ്. അതായത് ശരിയായിട്ടുള്ള രീതിയിൽ മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്വാണ്ടിഫൈബിൾ ടേംസിൽ തന്നെ ബാങ്ക് റേറ്റ് കൂട്ടിയും കുറച്ചുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ജനറൽ ഇഫക്റ്റ് ഓൺ ദ വോള്യൂം ഓഫ് ക്രെഡിറ്റ്. ശരിയായിട്ടുള്ള രീതിയിൽ ക്രെഡിറ്റിനെ അഫക്റ്റ് ചെയ്യുക ചെയ്യും ഈ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ മോറൽ സുവേഷൻ, മാനസികമായിട്ട് പ്രേരിപ്പിക്കുക, ഇന്ന പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് വേണ്ടി പ്രേരിപ്പിക്കുക, അതേപോലെ തന്നെ ഡയറക്റ്റ്, അങ്ങനെ ചില വാരിയിങ് മാർജിനൽ റിക്വയർമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതിന് ഗുണപരമായിട്ടുള്ള മെത്തേഡ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ ആദ്യം രണ്ട് ടെക്നിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഒന്ന് കറക്റ്റായിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ മറ്റൊന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാം, ഒരു അപ്രീസിയേഷൻ കൊടുക്കാം, അവരെ ചാനലൈസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രേരണ, മോറൽ സുവേഷനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ്, എക്കണോമിക് ഗ്രോത്ത് ആണ്, സ്റ്റെബിലൈസ് ദ മണി മാർക്കറ്റാണ്, അതേപോലെ തന്നെ സ്റ്റെബിലൈസ് ദ എക്സ്ചേഞ്ച് റേറ്റ്, സ്റ്റെബിലൈസ് ദ ഇൻറ്റേർണൽ പ്രൈസ് ലെവൽ, അറ്റൈൻ എക്കണോമിക് ഗ്രോത്ത്. ശരിക്കും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക എന്ന് പറയുന്നതാണ് ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് എത്തിക്കാനായിട്ട് രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാം. ഒന്ന് ക്വാണ്ടിഫൈബിൾ മെത്തേഡ്സും ഒന്ന് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സുമാണ്. അപ്പോൾ ഈ ക്വാണ്ടിഫൈബിൾ ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്നൊക്കെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സാണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ജനറൽ ഇഫക്റ്റ് ഓൺ ദി വോള്യൂം ഓഫ് ക്രെഡിറ്റ്. ശരിയായിട്ടുള്ള ഈ മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക എന്നുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ക്രെഡിറ്റിൻ്റെ വോള്യത്തെ അത് ബാധിക്കും. അപ്പോൾ അതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം അതിൽ. അപ്പോൾ രണ്ടായിട്ട് നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്ത് വ്യക്തമായിട്ടുണ്ടാവും. രണ്ട് മെത്തേഡ്സാണ്, ഒന്ന് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ ഇറ്റ് കൺട്രോൾ ദ വോള്യൂം ഓഫ് ക്രെഡിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഇറ്റ് കൺട്രോൾ ദ വോള്യൂം ഓഫ് ക്രെഡിറ്റ്. കടം കൊടുക്കുന്നതിനെ പറ്റിയിട്ടോ അതിനൊക്കെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺട്രോൾ ദ വോള്യൂം ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിൽ ഇറ്റ് കൺട്രോൾസ് ക്വാളിറ്റി ഓഫ് ക്രെഡിറ്റ്. ഈ നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ ക്വാളിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഇറ്റ് കൺട്രോൾസ് ക്വാളിറ്റി ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാവാം, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, അതേസമയം തന്നെ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. Then next quantitative methods. Quantitative methods first one is quantitative methods first one is bank rate policy, second one is open market operation, third one is variable reserve ratio. These are the important methods in quantitative methods. Then first one is bank rate policy. First one is bank rate policy. Bank rate is the rate at which the central bank rediscounts certain defined bill of commercial banks or the rate of interest which is charged on loans and advances given by the central bank to commercial bank. Other words, bank rate means is the rate
rate of interest at which a central bank charge on its loans and advances to commercial bank. One of the important techniques of quantitative measures, that is the first one is bank rate policy. What is meant by bank rate policy? Bank rate means the rate of interest which a central bank charge on its loans and advances provided to commercial banks. സിമ്പിൾ വേർഡ്സിൽ നമുക്ക് പറയാനുണ്ട് വെച്ചാൽ RBI കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മുടെ ഒരു ഓർഗനൈസിങ് സ്ട്രക്ചർ, ബാങ്കിങ് സ്ട്രക്ചറിലെ അതിൻ്റെ ഓർഗനൈസിങ് സ്ട്രക്ചറിലെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് RBI എന്ന് പറയുന്നത്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ RBIയുടെ കീഴിൽ തന്നെ ഒരുപാട് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. RBI അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സുകൾ വരുന്നുണ്ട്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ് അതൊക്കെ. ഡെവലപ്മെൻറ്റ് ബാങ്ക്സുകൾ വരുന്നുണ്ട്, കമേഴ്ഷ്യൽ ബാങ്ക്സുകൾ വരുന്നുണ്ട്, അതിൽ തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തം ബാങ്കിങ് സെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ RBIക്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും RBI ബാങ്ക് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഏതൊക്കെ സ്ഥാപനം അതിൻ്റെ താഴെ വരുന്നുള്ള മറ്റുള്ള കമേഴ്ഷ്യൽ ബാങ്കുകളോ ഷെഡ്യൂൾഡ് ബാങ്ക്സൊക്കെ അത് തന്നെ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ എന്നറിയണം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് മെൻ ബൈ ബാങ്ക് റേറ്റ് പോളിസി ഓഫ് എ RBI. RBIയുടെ ബാങ്ക് റേറ്റ് പോളിസി എന്താണ്? ബാങ്ക് റേറ്റ് മീൻസ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് എ സെൻട്രൽ ബാങ്ക് charge on its loans and advances to commercial banks. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ RBI ചാർജ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മളവിടെ എന്തെന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക്, ഒന്നുകിൽ നമുക്ക് എന്ത് പറയാം, ലോൺസ് ആൻഡ് അഡ്വാൻസസിന് എന്ന് പറയാം, അതല്ലെങ്കിൽ ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് റീഡിസ്കൗണ്ട് certain defined bill of commercial bank, or the rate of interest which is charged on loans and advances given by the central bank to commercial banks. അപ്പോൾ ഇതെന്താ പറയുക, it is the rate of interest at which a central bank charge on loans and advances provided to commercial banks. Bank rate policy means the varying of the terms and conditions under which the market may have temporary access to the central bank through discounts of selected short-term assets through secured advances. By varying the bank rate, the central bank can to attain a certain extent regulate the credit control of commercial banks and the general credit situation of the country. തീർച്ചയായിട്ടും ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ദ സെൻട്രൽ ബാങ്ക് ക്യാൻ ടു സെർട്ടൻ, ഒരു പരിധി വരെ സെൻട്രൽ ബാങ്കിനെ ഫ്ലക്ച്വേഷൻ ഓഫ് മണി, സർക്കുലേഷൻ ഓഫ് മണി ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ബൈ വാരിയിങ് ദ ബാങ്ക് റേറ്റ് റെഗുലേറ്റ് ദ ക്രെഡിറ്റ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ദ ജനറൽ ക്രെഡിറ്റ് സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി. ഈ പറയുന്ന ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ടെക്നിക്സിലൂടെ RBIക്ക് കമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനും കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് മൊത്തം എക്കോണമിയിലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ബാങ്ക് റേറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ്ഡ് ബൈ ദി RBI ഫോർ പ്രൊവൈഡിങ് ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ RBI നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ അത് ഒരു പരിധിവരെ സെൻട്രൽ ബാങ്കിനെ ഇത് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ റെഗുലേറ്റ് ദ ക്രെഡിറ്റ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ദ ജനറൽ ക്രെഡിറ്റ് സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ക്രെഡിറ്റ് സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. The central bank can do this certain action, regulate the credit of commercial banks and the general credit situation of the country. General credit situation of the country. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? അപ്പോൾ ദെൻ അതിൽ നമുക്ക് നോക്കണം വർക്കിംഗ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബാങ്ക് റേറ്റ് ഇത് എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ RBIയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അതൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദെൻ അത് എങ്ങനെയാണ് നമുക്കൊരു ഇന്ത്യൻ എക്കോണമിയിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയിൽ അത് പ്രതിപാദിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നമുക്കറിയേണ്ടത്. അവിടെ നമുക്കറിയാം ഒരു ഇൻഫ്ലേഷൻ പീരീഡ് ആണെങ്കിൽ പണത്തിൻ്റെ വിനിമയം കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുണ്ട്. വെച്ചാൽ ബാങ്ക് റേറ്റ് കൂട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ RBIയുടെ ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക, ദെൻ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി.
അപ്പോൾ ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RBIയിൽ നിന്ന് കമേഴ്ഷ്യൽ ലോൺസിന് കിട്ടുന്ന ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ്. ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ തന്നെ കമേഴ്ഷ്യൽ ബാങ്കുകൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ലോൺസ് ആൻഡ് അഡ്വാൻസസിലും അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും ജനങ്ങൾ ലെൻഡിങ് പ്രോസസ്സിൽ നിന്ന് പിന്നോട്ട് നിൽക്കുകയും ചെയ്യും. അവിടെ സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത് അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു സർക്കിൾ പോലെയാണ്. ആദ്യം RBI കമേഴ്ഷ്യൽ ബാങ്കിനെ ഇമ്പോസ് ചെയ്യുന്നു, കമേഴ്ഷ്യൽ ബാങ്കുകൾ അത് സാധാരണ ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവിടെ ദ റേറ്റ് ഓഫ് പോളിസി സിഗ്നിഫൈസ് മാനിപ്പുലേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ബൈ ദ സെൻട്രൽ ബാങ്ക് ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ദ ക്രെഡിറ്റ് സിറ്റുവേഷൻ ഓഫ് ദി കൺട്രി. The principle underlying the bank rate is changes in the bank rate are generally followed by the corresponding changes in the interest rate. ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് മൊത്തം അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ അവിടെ ദെൻ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഇൻഫ്ലേഷണറി കണ്ടീഷൻസ്. Inflationary conditions, the central bank wants to contract the credit in the country by increasing the bank rate. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് at the period of inflation RBI can increase the bank rate. ആ സിറ്റുവേഷനിൽ ഇൻഫ്ലേഷൻ പീരീഡിൽ RBIക്ക് എന്ത് ചെയ്യാം? ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യാം. The main aim of raising the bank rate is to provide central bank loans to commercial banks more expensive. As a result, the commercial bank also increasing the rate of interest. An increase in the rate of interest will affect borrowing adversely. When the rate of interest goes up, because the increasing of the bank rate, the cost of loans and advances also goes up. It will result in reduction in bank credit and contraction in a business activity. അതിൻ്റെ ഒരു എഫക്റ്റ് ഇതാണ് അതിൻ്റെ വർക്കിംഗ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ദെൻ അറ്റ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ bank increases the bank rate, RBI increases the bank rate increase ചെയ്യും. Same time the commercial banks also increases the interest rate provided to customers, provided to loans and advance loans. അവർ കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റിനെയും കൂടി അത് ബാധിക്കുന്നുണ്ട്. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. when the rate of interest goes up because the increase in the bank rate, the cost of loans and advances also goes up. It will result in reduction in bank credit and contraction in business activity. അങ്ങനെ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ, അതായത് ഏത് കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ടൈം അവിടെ എന്ത് കൂടുന്നുണ്ട്? ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. RBI കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിലെ ഇൻട്രസ്റ്റ് റേറ്റും ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സെയിം ടൈം അവിടെ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ റിഡക്ഷൻ ഇൻ ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് ക്രെഡിറ്റിൻ്റെ ലഭ്യത അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് അത് കുറയാനായിട്ടത് കാരണമാവും. ദെൻ കോൺട്രാക്ഷൻ ഇൻ ദ ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ മൊത്തത്തിൽ രാജ്യത്തിൽ നടക്കുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് ഒരു ഡള്ളായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറും, അല്ലെങ്കിൽ പണത്തിൻ്റെ വിനിമയം അവിടെ കുറയാനായിട്ടത് കാരണമാവുന്നുണ്ട്. അതാണ് ഇൻഫ്ലേഷൻ പീരീഡിൽ നമുക്ക് പറയാനുള്ളത്. സെയിം ടൈം കോൺസിക്വൻ്റ്ലി ഇൻകം ഫോൾസ് ലീഡിങ് ദ റിഡക്ഷൻ ഓഫ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് അൾട്ടിമേറ്റ്ലി. ഇൻ ദ ഓപ്പോസിറ്റ് കേസ് ഡ്യൂറിങ് ഡിഫ്ലേഷൻ പീരീഡ് ദ സെൻട്രൽ ബാങ്ക് റിഡ്യൂസസ് ദ ബാങ്ക് റേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഡിഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പണപ്പെരുപ്പം, അതുപോലെ തന്നെ ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പണച്ചുരുക്കം. ദെൻ അത്തരം സമയത്ത് റിഡ്യൂസ് ദ ബാങ്ക് റേറ്റ് ഇമ്മീഡിയറ്റ്ലി കമേഴ്ഷ്യൽ ബാങ്ക്സ് വിൽ റിഡ്യൂസ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്. ദിസ് വുഡ് സ്റ്റിമുലേറ്റ് ബോറോവിംഗ് ഓഫ് ബിസിനസ്മാൻ ആൻഡ് ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസസ്. അവിടെ ഡിഫ്ലേഷൻ പീരീഡ് ആണെന്നുണ്ട് വെച്ചാൽ അവിടെ സംഭവിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യം നിലനിൽക്കുക, ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം കുറവായിരിക്കുക, എല്ലാ മേഖലകളിലും പണത്തിൻ്റെ വിനിമയം കുറയുന്നൊരവസ്ഥ. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് ജനങ്ങൾ ഇറങ്ങി വരണമെങ്കിൽ അവർക്ക് പണത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് കഴിയണം. അത്തരം സിറ്റുവേഷനിൽ ദ പീരീഡ് ഓഫ് ഡിഫ്ലേഷൻ RBI എന്താ ഫിക്സ് ചെയ്യുക? ദെൻ RBI ഫിക്സസ് ലോ ബാങ്ക് റേറ്റ് പോളിസീസ് അഡോപ്റ്റഡ്. ദെൻ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാക്കി കൊടുക്കും. RBI വളരെ ചീപ്പായിട്ട് ലെൻഡിങ് പ്രോസസ്സ് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യും? വളരെ കുറഞ്ഞ പലിശ നിരക്കോടുകൂടി തന്നെ ജനങ്ങളിലേക്ക് പൈസ എത്തിക്കാനായിട്ട് തുടങ്ങും, അതായത് ലോൺസ് കൊടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കമേഴ്ഷ്യൽ ബാങ്ക് ലെൻഡിങ് പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് ഓർക്കേണ്ടത്. ഇൻഫ്ലേഷൻ പീരീഡിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യുക.
ഫോർ റിഡ്യൂസിങ് ദ ബിസിനസ് ആക്ടിവിറ്റീസ്, അല്ല കോൺട്രാക്ഷൻ ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫ്ലേഷൻ പീരീഡ് ആണെങ്കിൽ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യുക. അപ്പോൾ ഡിഫ്ലേഷൻ പീരീഡിൽ ഓപ്പോസിറ്റ് ആണ് വരിക, അതായത് ഇൻഫ്ലേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഏതിൽ വരിക, ഡിഫ്ലേഷൻ പീരീഡിൽ വരിക. അപ്പോൾ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ദെൻ സെയിം ടൈം അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സെൻട്രൽ ബാങ്ക് റിഡ്യൂസ് ദ ബാങ്ക് റേറ്റ്, ഇമ്മീഡിയറ്റ്ലി കമേഴ്ഷ്യൽ ബാങ്ക് വിൽ റിഡ്യൂസ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്. കമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാക്കുകയാണ് ചെയ്യുക. ദിസ് വുഡ് സ്റ്റിമുലേറ്റ് ബോറോയിങ് ബൈ ബിസിനസ്മെൻ ആൻഡ് ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസസ്. ഇങ്ങനെയാണത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദെൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ബാങ്ക് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് RBIക്ക് എന്ത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, മൊത്തം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ പീരീഡിലെ ബാങ്ക് റേറ്റ് കൂട്ടിയും ഡിഫ്ലേഷൻ പീരീഡിലെ ബാങ്ക് റേറ്റ് കുറച്ചുകൊണ്ടും RBIക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, മൊത്തം രാജ്യത്തിൻ്റെ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ബാങ്ക് റേറ്റ്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ബാങ്ക് റേറ്റിനെ അസംഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അസംഷൻസ്, എങ്ങനെയാണെങ്കിലാണ് നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധിക്കുക. ദെൻ ഫസ്റ്റ് വൺ, the bank rate policy is based on the following assumption. First one is the rate of lending of commercial bank is related to the discount rate of central bank. First point അങ്ങനെയാണ്, the rate of lending of commercial bank is related to discount rate of central bank. ശരിക്കും പ്രാക്ടിക്കലി ഈ പറയുന്ന ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് റേറ്റ് ഓഫ് ലെൻഡിങ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് റിലേറ്റഡ് ടു ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് സെൻട്രൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്കുകൾ ലെൻഡിങ് പ്രോസസ്സിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ബൈ ദ RBI. ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നു, അതിന് ആനുപാതികമായിട്ട് തന്നെ കമേഴ്ഷ്യൽ ബാങ്കുകളും ആ റേറ്റിൽ അതേപോലെ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു എഫക്റ്റ് എവിടെ ഉണ്ടാവുള്ളൂ, എക്കോണമിയിൽ സംഭവിക്കുള്ളൂ. കണ്ടോ, അപ്പോൾ അത് മനസ്സിലായോ? അപ്പോൾ അവിടെ ഒരു അസംഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ലെൻഡിങ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ലെൻഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് സെൻട്രൽ ബാങ്ക്. അത് സെൻട്രൽ ബാങ്കിൻ്റെ ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. Second point, commercial banks are not prejudiced against rediscounting at the central bank. Commercial banks are not prejudiced against rediscounting at the central bank. സെൻട്രൽ ബാങ്കിൻ്റെ ഈ ഡിസ്കൗണ്ടിങ് പ്രോസസ്സിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ് എന്നൊരു തോന്നലുണ്ടാവാനായിട്ട് പാടില്ല. Then third point is commercial banks to keep cash reserve which are just adequate for their day-to-day requirement. For additional reserve they have to approach central bank. അതായത് കമേഴ്ഷ്യൽ ബാങ്ക് കീപ് സർട്ടൻ ക്യാഷ് റിസർവ് വിച്ച് ആർ ജസ്റ്റ് ആഡിക്കേറ്റ് ഫോർ ദ ഡേ ടു ഡേ റിക്വയർമെൻറ്റ്. നമ്മളോട് പറയുന്നുണ്ട് കമേഴ്ഷ്യൽ ബാങ്കുകൾ %% ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഫോർ അഡീഷണൽ റിസർവ്സ് ദേ ഹാവ് ടു അപ്രോച്ച് സെൻട്രൽ ബാങ്ക്. ഇനി അതിൽ കൂടുതൽ റിസർവുകൾക്കായിട്ട് അവർ സെൻട്രൽ ബാങ്കിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ബാങ്ക് റേറ്റ് കൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ ഒരു നമ്മുടെ സാധാരണ ബിസിനസ്സിൽ നമ്മൾ പറയും മാനുഫാക്ചേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചാനൽ ശരിയായിട്ട് നടക്കണമെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അത് ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ റേറ്റ് കൂട്ടുന്നുണ്ടെങ്കിലാണ് അതിനൊരു ഇഫക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ ചെയ്യാത്ത പക്ഷം ആ പറയുന്ന ഒരു ഇഫക്റ്റ് അവിടെ കിട്ടില്ല. ബാങ്ക് റേറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും കമേഴ്ഷ്യൽ ബാങ്കുകളും കുറച്ചിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും കമേഴ്ഷ്യൽ ബാങ്കുകളും RBIയും തമ്മിൽ ഇത്തരത്തിൽ വളരെ ക്ലോസ്ലി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നതെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നടക്കേണ്ടതെന്നാണ് ആ പോയിന്റിൽ പറയുന്നത്. Commercial banks keep to cash reserve which are just adequate for their day-to-day requirements. For additional reserve, they have to approach central bank. Then fourth point, commercial banks possess eligible securities for rediscounting in sufficient quantities. അവിടെ പറയുന്നത് കമേഴ്ഷ്യൽ ബാങ്ക്സ് പോസസ് എലിജിബിൾ സെക്യൂരിറ്റീസ് ഫോർ റീഡിസ്കൗണ്ടിങ് ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റീസ്. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന്
ലോൺസോ അല്ലെങ്കിൽ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്ത് എടുക്കാനുള്ള മതിയായിട്ടുള്ള സെക്യൂരിറ്റീസ് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ബില്ലുകൾ മാത്രമാണ് ഇവിടുന്ന് റീഡിസ്കൗണ്ട് ചെയ്തെടുക്കുന്നത്, RBIന്ന് റീഡിസ്കൗണ്ട് ചെയ്തെടുക്കുന്നത്. RBIന്ന് റീഡിസ്കൗണ്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അതിനെ അഫക്റ്റ് ചെയ്യുക. അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ബില്ല് ഓഫ് എക്സ്ചേഞ്ചുകൾക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ല എങ്കിൽ ഈ പറയുന്ന ബാങ്ക് റേറ്റ് പോളിസിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. അപ്പോൾ അതിന് അവിടെ പറയുന്നത് കമേഴ്ഷ്യൽ ബാങ്ക്സ് പോസസ് എലിജിബിൾ സെക്യൂരിറ്റീസ് ഫോർ റീഡിസ്കൗണ്ടിങ് ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റീസ്. The next one is the demand of bank credit depends upon the prevailing interest rate. അടുത്ത് പറയുന്നത് the demand of bank credit. The demand of bank credit depends upon the prevailing interest rate. ഈ ബാങ്ക് ക്രെഡിറ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ബാങ്ക് ക്രെഡിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രിവൈലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്, നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. The next point is the economic structure of a country is elastic, so that every increase or decrease in bank rate has to influence on investment, production, income, etc. അടുത്ത എന്താ പറയുന്നത്, ഇത് എക്കണോമിക് സ്ട്രക്ചർ ഓഫ് ദി കൺട്രി ഈസ് ഇലാസ്റ്റിക്. നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് സ്ട്രക്ചർ ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ that every increase or decrease in bank rate has an influence on investment, production, income, etc. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് ഹാസ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡക്ഷൻ, ഇൻകം, ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിരിക്കണമെന്ന് പറയാം. ദെൻ അവിടെ ദീസ് ആർ ദി അസംഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി. അതായത് ദ റേറ്റ് ഓഫ് ലെൻഡിങ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് റിലേറ്റഡ് ടു ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് സെൻട്രൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ നോട്ട് പ്രിജുഡൈസ്ഡ് അഗെയിൻസ്റ്റ് റീഡിസ്കൗണ്ടിങ് അറ്റ് ദ സെൻട്രൽ ബാങ്ക്. Commercial banks keep cash reserve which are just adequate for their day-to-day requirements. For additional reserve, they have to approach central bank. Commercial banks possess eligible securities for rediscounting in sufficient quantities. The demand of bank credit depends upon the prevailing interest rate. The economic structure of the country is elastic, so that every increase or decrease in bank rate has an influence on investment, production, income, etc. Then next topic, limitations of bank rate policy. ലിമിറ്റേഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി. ഇത്തരത്തിലുള്ള ബാങ്ക് റേറ്റ് പോളിസിയുടെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അസംഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഒരു ബാങ്ക് റേറ്റ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ അത് സക്സസ് ആയിട്ട് നടക്കണമെങ്കിൽ ഈ പറയുന്ന ക്ലോസ്ലി റിലേഷൻ കമേഴ്ഷ്യൽ ബാങ്കുകളും സെൻട്രൽ ബാങ്കുകളും തമ്മിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു ഓർഗനൈസ്ഡ് പാറ്റേൺ ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ല എങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ബാങ്ക് റേറ്റ് പോളിസി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി. ഈ പറയുന്ന ബാങ്ക് റേറ്റ് പോളിസിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ്? അതായത് RBIക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ടു റെഗുലേറ്റ് ദ എക്സ്ചേഞ്ച് റേറ്റ്, ടു ഡെവലപ്പ് ടു അറ്റൈൻ ദ എക്കണോമിക് ഗ്രോത്ത്, അല്ലേ, ടു അറ്റൈൻ ദ എക്കണോമിക് ഗ്രോത്ത്, ടു മെയിൻറ്റെയിൻ ദ ഹൈ റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ടു കൺട്രോൾ ട്രേഡ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യണം, എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ഇങ്ങനെ പറയുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് RBI ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മെഷറായിട്ടുള്ള ഒരു ടൂൾ അത് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ലിമിറ്റേഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസിയിലെ what are the limitation? First one is unorganized money market. What is meant by unorganized money market? അൺഓർഗനൈസ്ഡ് മാർക്കറ്റിന് ഏതാ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. ഇതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതാണ്. ഇൻഡിജിനസ് ബാങ്കേഴ്സും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും അവരുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നോ അതെങ്ങനെ ക്രയവിക്രയം ചെയ്യുന്നോ ഒന്നും വ്യക്തമായിട്ടുള്ളൊരു കണക്ക് വരുന്നില്ല. അവിടെ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. In most of the underdeveloped countries, the money market or bill market is not
developed. Hence, a change in bank rate does not have much effect on the rate of interest. ഒരു അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറാണ് നിലനിൽക്കുന്നതെങ്കിൽ ദ മണി മാർക്കറ്റ് ഓർ ബിൽ മാർക്കറ്റ് ഈസ് നോട്ട് ഡെവലപ്ഡ്. ഹാൻസ് എ ചേഞ്ച് ഇൻ ദ ബാങ്ക് റേറ്റ് ഡസ് നോട്ട് ഹാവ് മച്ച് ഇഫക്റ്റ് ഓൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് ഏതിനെ സ്വാധീനിക്കുന്നു, ഏതിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബാങ്ക് റേറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളുടെ അടുത്ത് പണത്തിൻ്റെ ക്രയവിക്രയം നടക്കുന്നത് ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലൂടെ തന്നെയാണെന്നുണ്ടെങ്കിൽ RBI ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്ന ഈ ബാങ്ക് റേറ്റ് പോളിസി വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനോ സാധിക്കും. അല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ബാങ്കുകളെ ആശ്രയിക്കുന്നില്ല, മണി ലെൻഡേഴ്സിനെയാണ്, ഇൻഡിജിനസ് ബാങ്കേഴ്സിനെയൊക്കെയാണ് ആശ്രയിക്കണമെന്ന് വെച്ചാൽ then അവിടെ RBI ബാങ്ക് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ബാങ്ക് റേറ്റ് പോളിസി ദാറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്, ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു മാർക്കറ്റ് സ്ട്രക്ചർ. സെക്കൻഡ് പോയിൻ്റ് ഈസ് ലാക്ക് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എലിജിബിൾ ബിൽസ്. മതിയായിട്ടുള്ള ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യാനില്ലാതിരിക്കുക. ദ എക്സിസ്റ്റൻസ് ഓഫ് എലിജിബിൾ ബിൽസ് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ successful operation of a bank rate policy, but in many countries eligible bills formed only a small percentage of total assets of commercial banks. Thus the underdeveloped bill market limit the bank rate policy. അതായത് അണ്ടർഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നത് ദാറ്റ് മീൻസ് the existence of eligible bills is precondition for the successful operation of a bank rate policy. മതിയായിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം അതിന് സക്സസ് ആയിരിക്കില്ല. ഈ പറയുന്ന റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറയുന്നത് സക്സസ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. സെക്കൻഡ് പോയിൻ്റ് ലാക്ക് ഓഫ് existence of eligible bills. Then third point is poor practice of rediscounting. The bank rate policy can effective only if commercial banks have the practice of rediscounting eligible bills with the central bank. If rediscounting is only occasional, the bank rate policy cannot be used as effective method of credit control. പുവർ പ്രാക്ടീസ് ഓഫ് റീഡിസ്കൗണ്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ട് മാറിയാൽ മാത്രമേ ഇതൊന്നും സാധിക്കുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ, അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് പ്രിവെയിലിംഗ് ഇൻ കൺട്രി, ലാക്ക് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എലിജിബിൾ ബിൽസ്, മതിയായിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെയുള്ള സെക്യൂരിറ്റീസ് ഇല്ലാത്ത പക്ഷം. തേർഡ് പോയിന്റിൽ പുവർ പ്രാക്ടീസ് ഓഫ് റീഡിസ്കൗണ്ടിങ്. ബില്ലുകൾ റീഡിസ്കൗണ്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രാക്ടീസ് നിലവിലില്ല എങ്കിൽ ഇത് സക്സസ് ആയിട്ട് നടക്കില്ല. Then next point, existence of sufficient reserve with commercial bank. കമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിൽ മതിയായിട്ടുള്ള റിസോഴ്സസ് ഉള്ള പക്ഷം ഒരു കാരണവശാലും കമേഴ്സ്യൽ ബാങ്കുകൾക്ക് RBIനെ സമീപിക്കേണ്ടതില്ല. അപ്പോൾ ഈ RBIയുടെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന ഒരു പോളിസി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരുടെ അടുത്ത് എത്തില്ല, സാധാരണ ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ വൺ ഓഫ് ദി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് sufficient reserve with commercial banks. When the commercial banks have sufficient reserves, there is no need for them to approach central bank for money. This will result in ineffective bank rate policy. ഇത് ഇഫക്റ്റീവ് അല്ലാത്തൊരു ബാങ്ക് റേറ്റ് പോളിസിയിലേക്ക് ലീഡ് ചെയ്യപ്പെടും. Then next point is business psychology. The psychology of the business community also is another limitation of bank rate policy. If the business people anticipate a bright future, an increase in the bank rate and the consequent increase in the interest rate will have to prevent them for borrowing. If the business community expect a depression in future, they will not be ready to borrow even if the interest rate is lowered on account of reduced bank rate. But then business psychology എങ്ങനെയാണ് ഇവിടെ പറയുന്നത്, പീപ്പിൾ ആൻറ്റിസിപ്പേറ്റ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ആൻഡ് ഇൻക്രീസ് ഇൻ ദ ബാങ്ക് റേറ്റ് ആൻഡ് ദ കോൺസിക്വൻറ്റ് ഇൻക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ നോട്ട് പ്രിവെൻറ്റ് ദം ഫോർ ദി ബോറോവിങ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും കൂടുതൽ ലോൺ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന പ്രതീക്ഷയാണ്. അവിടെ നമ്മൾ പറയുന്നത് ആ ലെൻഡിങ് പ്രോസസ്സ് കുറയ്ക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ പീരീഡിൽ ബാങ്ക് റേറ്റ് കൂട്ടുന്നത്. ലെൻഡിങ് പ്രോസസ്സ് കുറയ്ക്കാനും ദെൻ ആ പണത്തിൻ്റെ ഫ്ലക്ച്വേഷനെ പിടിച്ചെടുക്കാനുമാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഡിഫ്ലേഷൻ പീരീഡിലെ ഇൻഫ്ലേഷൻ പീരീഡിൽ ബാങ്ക് റേറ്റ് കൂട്ടിക്കൊടുക്കുന്നത്.
ഡിഫ്ലേഷൻ പീരീഡിലെ ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യിലേക്ക് പണത്തിൻ്റെ ലഭ്യത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്നൊരു ആക്സസിൽ തന്നെ ആയിരിക്കണം ജനങ്ങൾ കാണേണ്ടത്. അതായത് നമ്മുടെ കാഴ്ചപ്പാടും അതേ രീതിയിലാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാലും കൂടുതൽ ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് അവിടെ ശരിയാവില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ലോൺ എന്ത് ചെയ്യുന്നു, എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോഴും ഏത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നില്ല, ബാങ്ക് റേറ്റിന് യാതൊരു ഇഫക്റ്റും എക്കോണമിയിൽ സംഭവിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതാണ് അവിടുത്തെ പോയിൻ്റ്. ബിസിനസ് സൈക്കോളജി നോക്കണം. ദ നെക്സ്റ്റ് പോയിൻ്റ്, നോട്ട് എ ഡയറക്റ്റ് മെത്തേഡ്. Bank rate policy is an indirect method of credit control. It affects the demand for credit first. Subsequently, supply of credit changes. Hence, the weapon is not very effective. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് തന്നെയാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ആവശ്യം ജനങ്ങളുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിലാണിത് സബ്സിക്വൻ്റ് സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ചേഞ്ചസ്. ഹാൻസ് ദ വെപ്പൺ ഈസ് നോട്ട് വെരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതായിരിക്കില്ല. ബാങ്ക് റേറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ഇറ്റ് അഫക്ട് ദ ഡിമാൻഡ് ഓഫ് ക്രെഡിറ്റ് ഫസ്റ്റ്, then subsequently supply of credit changes. Hence the weapon is not very effective. ആ രീതിയിൽ എടുക്കരുത്. സപ്ലൈയും ഡിമാൻഡും ഈക്വലൈസ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ അതിൽ ലാസ്റ്റ് പോയിൻറ്റ്, ഇൻഇലാസ്റ്റിസിറ്റി ഓഫ് എക്കണോമിക് സിസ്റ്റം. ഇൻഇലാസ്റ്റിക്, നോ വേരിയബിലിറ്റി അല്ലേ. ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് നോ വേരിയബിലിറ്റി എന്നുള്ള അർത്ഥം. ദെൻ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വേരിയേഷൻ സംഭവിക്കുന്നതും. ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് നോ വേരിയബിലിറ്റി എന്നുള്ള അർത്ഥത്തിൽ യാതൊരു വേരിയേഷനും ഇല്ല എന്ന് പറയുന്നത്. എന്താ പറയുക, ദെൻ ഇവിടെ ഇൻഇലാസ്റ്റിക് ഓഫ് എക്കണോമിക് സിസ്റ്റം, നിങ്ങൾ എന്തൊക്കെ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാലും വാങ്ങിക്കുന്നവർ വാങ്ങിക്കും, അല്ലാത്തവർ വാങ്ങിക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇൻഇലാസ്റ്റിക് നേച്ചർ ആണെന്നുണ്ടെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ ബാങ്ക് റേറ്റ് കൊണ്ട് യാതൊരു റിസൾട്ടും ഉണ്ടാവാൻ പോണില്ല. അവിടെ പറയുന്നത് ബാങ്ക് റേറ്റ് പോളിസി വിൽ ബി അഫക്റ്റഡ് ഓൺലി ഇഫ് ദ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി ഈസ് ഇലാസ്റ്റിക്. ഓൺലി ദെൻ ദ കോസ്റ്റ് റിഡക്ഷൻ പ്രൈസ് ആൻഡ് ട്രേഡ് അഡ്ജസ്റ്റ് ടു ചേഞ്ച് കണ്ടീഷൻസ്, ബട്ട് ദിസ് കണ്ടീഷൻ ഈസ് നോട്ട് ഫൗണ്ട് ഇവൻ മെനി ഡെവലപ്ഡ് കൺട്രീസ്. These are the important limitations of bank rate policy. അപ്പോൾ what are the limitations? Unorganized money market, lack of existence of eligible bills, poor practice of rediscounting, existence of sufficient reserve with commercial bank, business psychology, not a direct method, inelasticity of economic system, inelasticity of economic system. Then present bank rate policy, present bank rate is 4.65%. ഇതാണ് ഒരു പ്രസൻറ്റ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. then അവിടെ തന്നെ നമുക്ക് ഒന്നും കൂടെ നോക്കാം. what is meant by repo rate? What is meant by repo rate? Repo rate or repurchase rate at which the RBI lend funds to commercial banks and other financial institutions within the country. There is repo rate or repurchase rate at which the RBI lends to funds to commercial bank for purchasing securities. അതായത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI കമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോൺസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്, reverse repo is the rate at which the RBI borrows funds from commercial banks in the country. It is a rate at which commercial bank in India park their excess money with the RBI. രണ്ട് ആസ്പെക്റ്റിലാണ് നമ്മളത് പറയുക. ഒന്ന് റിപ്പോ റേറ്റും മറ്റൊന്ന് റിവേഴ്സ് റിപ്പോ എന്ന് പറയും. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ്ഡ് ബൈ ദ RBI to commercial bank for providing loans and advances for purchasing securities. അതായത് സെക്യൂരിറ്റീസൊക്കെ വാങ്ങിക്കുന്നതിനോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് കമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിന് RBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് കമേഴ്സ്യൽ ബാങ്കുകളുടെ എക്സസ് മണി RBIയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് RBI കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതാണ്. കണ്ടോ, മറ്റേത് ചാർജ് ചെയ്യുകയും ഇവിടെ കൊടുക്കുന്നത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. നമ്മുടെ ഡെപ്പോസിറ്റിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ RBIയുടെ കൈവശം കമേഴ്സ്യൽ ബാങ്കുകൾ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ദെൻ പ്രസൻ്റ്ലി ദറ്റ് ഈസ് 5.15% ഈസ് ദ റിപ്പോ റേറ്റും അതേസമയം തന്നെ 4.9% റിവേഴ്സ് റിപ്പോ ആണ്. അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും.
അതായത് ബാങ്കുകൾ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്തായാലും കൂടുതലായിരിക്കും, എന്നാൽ ഡെപ്പോസിറ്റിന് കൊടുക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ എടുത്താൽ കൂടുതലായിരിക്കും, നമുക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റ് റിപ്പോ റേറ്റും സെക്കൻഡ് റിവേഴ്സ് റിപ്പോ ആണ്. ഈ റിവേഴ്സ് റിപ്പോം അതുപോലെ തന്നെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI എടുക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് തന്നെയാണ്, ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഒക്കെ തന്നെയാണ് ഇത് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ബില്ലുകളൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, ലോൺസുകൾ കൊടുക്കുക എഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് മധ്യമായിട്ടുള്ള സെക്യൂരിറ്റീസ് കൊടുത്തുകൊണ്ട് റീഡിസ്കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ ക്രെഡിറ്റ് കൺട്രോൾ? ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ടൂൾ adopted by RBI to control the demand and supply of money and flow of credit in economy. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് RBI എടുക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഇത് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് RBI ഈസ് ക്രെഡിറ്റ് കൺട്രോൾ. ദെൻ വേരിയസ് മെഷേഴ്സ്, ഏതൊക്കെയാണ് അതിൻ്റെ വേരിയസ് മെഷേഴ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ടൂൾസ്? essay ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതണം. ക്രെഡിറ്റ് കൺട്രോൾ ടൂൾസിലെ ദെൻ ഫസ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്, സെക്കൻഡ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. ദെൻ വാട്ട് ആർ ദി ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്? ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ. ദീസ് ആർ ദ quantitative measures adopted by the RBI for controlling the credit. Then second part le what are the qualitative measures? Qualitatively it control the quality of credit. Then what are the various measures? First one is varying marginal requirement, second one is regulation of consumer credit, then third one is credit rationing, moral suasion, issue of directives and direct action. These are the ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്? ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഏതാണെന്നും ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഏതാണെന്നും പറയാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ ആണ്. essay വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. അതല്ല പാരഗ്രാഫ് ടൈപ്പിലൊക്കെ ബാങ്ക് റേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് എഴുതിയിരിക്കണം. ഇനി മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളിൽ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന ഏതാ? ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ quantitative measures have a general effect on the volume of credit. മൊത്തം ആ ക്രെഡിറ്റിൻ്റെ വോള്യത്തെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഈ പറയുന്ന ബാങ്ക് റേറ്റ് ആണ്. അപ്പോൾ ബാങ്ക് റേറ്റ് പോളിസിയിൽ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സാണ്. അപ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് റേറ്റ് പോളിസി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാങ്ക് റേറ്റ് പോളിസിയാണ് നമ്മൾ വിശദമായിട്ട് എടുത്തിരിക്കുന്നത്. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് എ സെൻട്രൽ ബാങ്ക് ചാർജ്ഡ് ഓൺ ഇറ്റ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്കുകൾ കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ റിസർവ് ബാങ്ക് ചാർജ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റിൽ ഇൻഫ്ലേഷൻ പീരീഡിൽ റേറ്റ് കൂട്ടിക്കൊണ്ടും ഡിഫ്ലേഷൻ പീരീഡിൽ റേറ്റ് കുറച്ചുകൊണ്ടും മൊത്തം രാജ്യത്തിലെ പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് RBI ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ വർക്കിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് അതേപോലെ തന്നെ സംഭവിക്കണമെങ്കിൽ സം അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതായത് നല്ല കമേഴ്ഷ്യൽ ബാങ്കുകളും സെൻട്രൽ ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം അവിടെ ബാങ്ക് റേറ്റിലെ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ നോട്ട് പ്രെജുഡിസ് അഗൈൻസ്റ്റ് റീഡിസ്കൗണ്ടിങ്, കമേഴ്ഷ്യൽ ബാങ്ക്സ് കീപ് ക്യാഷ് റിസർവ്, കമേഴ്ഷ്യൽ ബാങ്ക്സ് പോസസ് എലിജിബിൾ സെക്യൂരിറ്റീസ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അവൈലബിൾ ആവുള്ളൂ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഏതായിരിക്കും അതിൻ്റെ ലിമിറ്റേഷനിലെ? അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്, ലാക്ക് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എലിജിബിൾ ബിൽസ്, പുവർ പ്രാക്ടീസ് ഓഫ് റീഡിസ്കൗണ്ടിങ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് റിസർവ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്സ്, ബിസിനസ് സൈക്കോളജി, നോട്ട് എ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഇലാസ്റ്റിസിറ്റി ഓഫ് എക്കണോമിക് സിസ്റ്റം. ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദെൻ ബാങ്ക് റേറ്റ് പോളിസിയുടെ അസംഷൻസും ലിമിറ്റേഷൻസും വളരെ നന്നായിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കേണ്ടത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും പിന്നെ അതുപോലെ തന്നെ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ അതുകൂടെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ അത് വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.